അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന ആർക്കൊക്കെയാണ് ഉപയോഗം ഉണ്ടാവുകയെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത് വീട്ടമ്മമാർക്ക്, രണ്ടാമത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. എന്ത് ബിസിനസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഓൺലൈനിൻ്റെ അതിപ്രസരം കാരണം പണി കിട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ, കച്ചവടങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെന്താ പറയുക, വീട്ടിൽ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരും ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റ് ആയി പോകുന്നുള്ള കാര്യത്തിൽ ഓരോ കച്ചവടക്കാരും കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ യൂട്യൂബേഴ്സ് പിന്നെ വ്ളോഗിങ് മറ്റു രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ, വെബ്സൈറ്റുകളുള്ളവർ, ഇങ്ങനെയുള്ളവരെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റഡ് പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അഫിലിയേറ്റഡ് പ്രോഗ്രാമിൻ്റെ അനന്തമായ മറ്റ് സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ ആൾക്കാർക്കും, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലോട്ട് തന്നെ മാറ്റുന്നില്ല, എല്ലാ ആൾക്കാർക്കും, നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഇതിനകത്തുനിന്ന് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് ആമസോൺ അഫിലിയേറ്റ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമൊക്കെയാണ് അല്ലേ. അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്താണെന്ന് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് പറയാം. ഇപ്പോൾ ആമസോണിൽ ഒരു സാധനം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ ലിങ്ക് നമ്മളുടെ വ്ളോഗിങ് സൈറ്റുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരാൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. ഇത് നമുക്ക് നോർമൽ കച്ചവടക്കാർക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന ഒരു ഐഡിയയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഒരു 4-5 പേരെ സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കടയിലൊരു പരസ്യം പോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഓരോ പ്രോഡക്റ്റ്, നിങ്ങളുടെ ഇപ്പോൾ ഒരു തുണിക്കടയാണെന്ന് വെക്കുക, അപ്പോൾ നിങ്ങൾ കുറച്ച് തുണികളൊക്കെ നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ ആൾക്കാർ അഫിലിയേറ്റഡ് ആയിട്ട് അവരുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ അവർ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അതിനകത്തൊരു കമ്മീഷൻ നിങ്ങൾ കൊടുക്കുകയും നിങ്ങളുടെ ഈ പ്രോഡക്റ്റിനെ കറക്റ്റായിട്ട് നിങ്ങൾ സെല്ല് ചെയ്യാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല, കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഒക്കെ സ്വയം ചെറിയ കച്ചവടക്കാർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. കച്ചവടമല്ല, നിങ്ങൾ വീട്ടമ്മമാർക്ക് വേണമെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇറക്കി വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മീഷോ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ അതിനകത്തുനിന്ന് ഓരോന്നായിട്ട് നോക്കി വെച്ച ശേഷം അതിനെ നിങ്ങളുടെ സ്റ്റാറ്റസിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു കമ്മീഷൻ നിങ്ങൾക്കായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 250 രൂപയ്ക്കുള്ള ഒരു സാധനം നിങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ 300 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റസിലിട്ട് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ 50 രൂപ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഐറ്റംസ്, ഇപ്പോൾ ഈ 50 രൂപ വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾക്കൊരു 10 കച്ചവടം നടത്താൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെ 500 രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതിനും പുറത്ത് നിങ്ങൾക്ക് ഓരോ സാധനത്തിന് കമ്മീഷനായിട്ട് എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ പോലുള്ള, ഈ മീഷോ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കിനി ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ നിങ്ങൾ മോണിറ്റൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അഫിലിയേറ്റഡ് ലിങ്കുകൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ, ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പശയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആമസോണിൻ്റെ അഫിലിയേറ്റഡ് ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങുന്ന അനുസരിച്ച് അതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരാൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിനകത്ത് ആ ആൾ അതിനകത്തുനിന്ന് എന്ത് മേടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്കിലുള്ള സാധനം തന്നെ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിൽ ക്ലിക്ക് ചെയ്ത ഒരാൾ ആമസോൺ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് 24 മണിക്കൂറിനകത്ത് എന്ത് സാധനം മേടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അത് എത്ര സാധനം മേടിച്ച് കഴിഞ്ഞാലും കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ആമസോൺ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ആമസോൺ അഫിലിയേറ്റിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഗൂഗിളിൽ നമ്മൾ ആമസോൺ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ .in വരുന്ന ആ സൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. തുടക്കത്തിൽ .in വരുന്നതാണ് നമ്മുടെ ഇന്ത്യക്കുള്ള സൈറ്റ്. നമ്മളതിനെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പേജിലായിരിക്കും വരിക. ഇതിനകത്ത് നമുക്ക് ആമസോണിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ്, അഫിലിയേറ്റിൻ്റെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ്, കമ്മീഷനൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. താഴോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിൻ്റെ അക്കൗണ്ട് ഒരെണ്ണം ഉണ്ട് എങ്കിൽ, ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക. നമ്മളവിടെ സൈൻ അപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള അക്കൗണ്ടിൻ്റെയാണ് അവിടെ ചോദിക്കുന്നത്. തൊട്ട് താഴെ ക്രിയേറ്റ് ആൻ ആമസോൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അക്കൗണ്ടൊന്നും ഇല്ലെങ്കിൽ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ അവിടെ ഉണ്ടാവും.
പേരും ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് യുവർ ആമസോൺ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അസോസിയേറ്റിൻ്റെ അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പേ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ പേര് കൊടുക്കുക, ആരുടെ പേരിലാണോ അക്കൗണ്ട് തുടങ്ങുന്നത്. പിന്നെ അഡ്രസ്സ് കൂടാതെ ഫോൺ നമ്പർ എന്നിവയെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം US പേഴ്സൺ ആണോ എന്നുള്ളിടത്ത് നമുക്ക് നോ കൊടുക്കാം. നോ ആണെങ്കിൽ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ വെബ്സൈറ്റ്, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ അതിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ URL ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് ചെയ്ത ശേഷം ആഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്റ്റോർ ID എന്നുള്ളിടത്ത് നമ്മുടെ പേര് തന്നെ കൊടുത്താൽ മതിയാവും. നമ്മൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് ഓൾറെഡി ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ ചാനൽ ഒരു ക്രാഫ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇവിടെ അബൌട്ട് ചോദിക്കുന്നിടത്ത് നമ്മൾ ആ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ക്രാഫ്റ്റ്സ് എന്ന് കൊടുക്കുന്നു. വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്പ് അബൌട്ട് എന്നുള്ളിടത്ത്. അതിനുശേഷം നമുക്കിവിടെ ഉള്ളത് നമ്മുടെ ചാനൽ എന്തിനെ കുറിക്കുന്നതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. നേരത്തെ കൊടുത്ത ഓപ്ഷൻ നമുക്ക് അവിടെ ഞാനിപ്പോൾ ഇത് ഹോം, ക്രാഫ്റ്റ്, പെറ്റ്സ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ചാനൽ ഏതാണോ, നിങ്ങളുടെ വെബ്സൈറ്റ് എന്തിനെ കുറിക്കുന്നതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒന്നിൽ കൂടുതലായിട്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്കവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഏത് ടൈപ്പ് പ്രോഡക്റ്റുകളാണ്, ആമസോണിനകത്തുള്ള ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അവിടെ നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹോം, ഗാർഡൻ, ക്ലോത്തിങ്, 1-2 ഐറ്റംസ് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വേണ്ട ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ചാനലിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആ ടൈപ്പ് ആർ യുവർ വെബ്സൈറ്റ് എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിൽ കണ്ടൻറ്റ് വെബ്സൈറ്റ് നമുക്ക് കൊടുക്കാം. അതറോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് ട്രാഫിക് വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് SEO സെലക്ട് ചെയ്യാം, സോഷ്യൽ നെറ്റ്വർക്ക് വഴി ഉള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഓഫ്ലൈൻ മെത്തേഡൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്സാപ്പ് വഴിയൊക്കെ വരുന്ന ട്രാഫിക്കാണ്. ഫോറംസിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ള ഫോറംസിലൊക്കെ കൊണ്ട് ലിങ്കുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലോഗൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ബ്ലോഗൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ആഡ്സെൻസ് ആണ്. നമ്മൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആഡ്സെൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആഡ്സെൻസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ആമസോൺ അസോസിയേറ്റ് ഓൺലി എന്നുള്ള ഓപ്ഷനൂടെ കൊടുക്കാം. നിങ്ങൾ എങ്ങനെയാണ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അതിൽ നമുക്ക് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും കൊടുക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ എത്രത്തോളം ട്രാഫിക്, എത്രത്തോളം ആൾക്കാർ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലിൽ എത്രയൊക്കെയാണ് ഒരു മാസത്തിലെ ട്രാഫിക് എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൽ അത്യാവശ്യം ട്രാഫിക്കുള്ള ചാനലാണ്. അപ്പോൾ നമ്മൾ 50,000-നും 5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ ആമസോണിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് ആമസോൺ അസോസിയേറ്റിൽ. അതിന് നമ്മൾ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ കണ്ടൻറ്റ് നമ്മുടെ സൈറ്റിൽ വേണം, അതുകൊണ്ടാണ് എന്നുള്ളതെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷനും, മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ
ആമസോൺ അഫിലിയേറ്റിനെ കുറിച്ചിട്ട് എവിടെ നിന്നാണ് കേട്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ ഓൺലൈൻ സെർച്ചാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് നമ്മളെ ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ടിക്ക് എഗ്രി കൊടുത്ത ശേഷം നമ്മൾ ഫിനിഷ് കൊടുക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ ID ലഭിക്കുന്നതാണ്. ഒരു യുണീക്ക് അസോസിയേറ്റ് ID എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ID നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കത് മെയിലിലൊക്കെ വരുന്നതാണ്. നമുക്ക് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ നമുക്കിവിടെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ തന്നെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കത് ലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ഉടനെ തന്നെ പേയ്മെൻ്റ് ഒന്നും വന്നു തുടങ്ങത്തില്ല. അതുകൊണ്ട് നമുക്കത് പതിയെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആമസോണിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ കാണുന്ന പോർഷനിലായിരിക്കും നമുക്ക് വരുന്ന ലിങ്കുകളിൽ വരുന്ന ക്ലിക്കുകളും അതിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ കമ്മീഷനും ഒക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ലിങ്കുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആമസോൺ ഇന്ത്യ, നമ്മൾ ആമസോണിൻ്റെ സൈറ്റിനകത്ത് കയറുകയാണ്. കയറിയ ശേഷം നമ്മളിവിടെ സൈൻ ഇൻ ചെയ്ത അക്കൗണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ടിൽ മാത്രം എനേബിൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ സൈറ്റിൽ ആഡ് ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ തന്നെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. Canon M50. നമ്മൾ ആ ക്യാമറ ഇവിടെ എടുത്ത ശേഷം ഞാനിവിടെ മുകൾ സൈഡിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്കിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കോപ്പി ചെയ്ത് ഈ ലിങ്കിനെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യുന്നിടത്ത് നമുക്ക് അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും എഴുതി നമുക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആമസോൺ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ, നിങ്ങൾ ഏത് വെബ്സൈറ്റിലാണോ എന്തിലാണോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആണോ എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ഈ ലിങ്കിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓൺലൈൻ വഴി കാശുണ്ടാക്കാനായിട്ട് ഇത് മാത്രമൊന്നുമല്ല വഴി. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിനകത്തൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കൂട്ടത്തിൽ എൻ്റെ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കാതിരിക്കുക.